ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ഫുൾ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നല്ലൊരു ഇഞ്ചി കാപ്പിയൊക്കെ ഇട്ടും കുടിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചെറുപയർ കറിയും പുട്ടും പപ്പടമായിരുന്നു കേട്ടോ. ഈ പുട്ടെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിലെന്നല്ല, എല്ലാ ദിവസവും ഡെയിലി പുട്ടും എന്തെങ്കിലും കറിയും കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ നമ്മൾ കുറച്ചൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ടായി. പ്ലാൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു കുട്ടി പൊതിച്ചോറുണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകൾ വെച്ചിട്ട് നമുക്ക് പണ്ടൊക്കെ വീട്ടിലൊക്കെ കെട്ടിത്തന്നു വിടത്തില്ലേ, സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരു കുട്ടി പൊതിച്ചോറ് തന്നു വിടത്തില്ലേ. അപ്പം അതുപോലുള്ളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഈ സൗണ്ട് കേൾക്കൂല, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തേ കേട്ടോ. അപ്പോൾ ഇന്ന് ഉള്ളത് അയല നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. നീളൻ പയർ, ചിലയിടത്ത് അച്ചിങ്ങയെന്നും പറയും. പിന്നെ നമ്മൾ മെഴുക്കുവരട്ടിക്കുള്ളതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഉരുളൻകിഴങ്ങ്. പിന്നെ തോരനും ചമ്മന്തിക്കുള്ള തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ രണ്ടടുപ്പിലായിട്ട് ഞാൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിൽ നമ്മൾ പെട്ടെന്ന് തോരനും ഒരെണ്ണത്തിൽ പെട്ടെന്ന് മെഴുക്കുവരട്ടി സെറ്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. രണ്ട് ഇതിലായിട്ട് പെട്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കടുകൊക്കെ പൊട്ടി കുറച്ച് സവോള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അതൊന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതിനകത്ത് സവോളയും പച്ചമുളകും പിന്നെ ഉരുളൻകിഴങ്ങും കൂടി ഒരുമിച്ച് തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് തീ വളരെ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ, അടച്ചു വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റായിട്ട് പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നാളത്തെ ആഗ്രഹം കേട്ടോ. കുറച്ചധികം നാളത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പം ഞാനങ്ങനെ സ്വന്തമായിട്ട് പൊതിച്ചോറൊന്നും ഉണ്ടാക്കി കഴിക്കാറൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ ഓർത്തു ആരും ഇപ്പം ഉണ്ടാക്കി തരാനില്ലല്ലോ, അപ്പോൾ എന്തായാലും ആഗ്രഹം തോന്നിയതല്ലേ, അങ്ങ് നമുക്ക് തന്നെ ഉണ്ടാക്കി സെറ്റാക്കി കഴിച്ചേക്കാന്ന് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ സ്കൂളിലൊക്കെ പോകാനായിട്ട് ചെറിയ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി തരത്തില്ലേ, കുറച്ച് ചമ്മന്തിയും കുറച്ച് തോരനും ഒരു മുട്ട പൊരിച്ചതോ, അല്ലെങ്കിൽ ചമ്മന്തി ചിലപ്പോൾ തോരൻ ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ മുട്ട പൊരിച്ചതും കുറച്ച് അച്ചാറും, അല്ലെങ്കിൽ മീൻ വറുത്തതും കുറച്ച് അച്ചാറും ചമ്മന്തിയും. അതൊക്കെ എന്തൊരു ടേസ്റ്റല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് ചൂട് ചോറും ചമ്മന്തിയും കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അവിടെ ഇരുന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് തോരൻ ആവശ്യമുള്ള ചെറുതായിട്ടൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പയറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതങ്ങനെ തന്നെ ഇളക്കി ഒന്ന് നല്ല പോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതെല്ലാം കൂടി തട്ടിക്കൂട്ടി സെറ്റാക്കും കേട്ടോ. തട്ടിക്കൂട്ടി എന്ന് വെച്ചാൽ ഒതുക്കി വെക്കും, റൗണ്ടിന് ഇങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് മൂടി കൊടുത്ത് കഴിഞ്ഞാൽ ആവിയിലിരുന്ന് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും അത്. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് രണ്ടും സെറ്റായിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ വറുക്കാനുള്ള പാനും ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻ എല്ലാം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് പൊതിച്ചോറ് റെഡിയായി. പക്ഷെ പൊതിച്ചോറ് കഴിക്കാൻ എന്തായാലും കുറച്ചധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതോർക്കുമ്പോഴാണ് എപ്പോഴേ സങ്കടം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ തോരനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതിനിടയിൽ ചമ്മന്തിക്കുള്ള പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചുമന്നുള്ളി, ഇഞ്ചി, പുളി, മുളക് പൊടി, ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് ചമ്മന്തി നമ്മളവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ മീൻ നമ്മൾ ഫ്രൈ ചെയ്തത് ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അങ്ങനെ അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പൊതിച്ചോറല്ലേ, ഓംലേറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ. അപ്പോൾ ദേ ഓംലേറ്റ് നമ്മളിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു അപ്പച്ചട്ടി അതധികം യൂസ് ചെയ്യാത്ത ചട്ടി കേട്ടോ. അതിനകത്ത് ഞാൻ എപ്പോഴും ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. അതിലുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചധികം നല്ല റൗണ്ടിന് കിട്ടും കേട്ടോ. ദേ ഇവള് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസമായിട്ടുള്ളൂ എത്തിയിട്ട്. അങ്ങനെ ദേ നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. മുട്ട ഓംലേറ്റ്, മെഴുക്ക് പുരട്ടി, അയലമീൻ ഫ്രൈ ചെയ്തത്, നമ്മുടെ ചമ്മന്തി, അച്ചാർ. അപ്പം ഇത്രയും സാധനങ്ങളെ നമുക്കുള്ളൂ. കുഞ്ഞി കുട്ടി പൊതിച്ചോറാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാത്ത കുഞ്ഞി ചെറിയ കുട്ടി പൊതിച്ചോറാണേ. അപ്പോൾ എനിക്ക് പൊതിച്ചോറ് കെട്ടാനൊന്നും അറിയത്തില്ല. പണ്ടെങ്ങാണ്ട് എപ്പോഴോ ഒന്ന് കെട്ടിയിട്ടുണ്ട്, പക്ഷേ അറിയത്തില്ല. പക്ഷേ പോയി മുറിച്ചുകൊണ്ട് വന്നത് അബദ്ധത്തിനും കുഞ്ഞി ഇലയായിരുന്നു. 2 പേർക്കും കുഞ്ഞി ഇല മതിയെന്നും പറഞ്ഞുകൊണ്ട് അധികം വലുത് വേണ്ടാലോ എന്ന് ഓർത്തിട്ട് കുഞ്ഞി ഇല പോയി കട്ട് ചെയ്തുകൊണ്ട് വന്ന് ലാസ്റ്റ് പണി കിട്ടി. അപ്പം നമ്മളങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും കേട്ടോ. തോരൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ചമ്മന്തി നല്ല ഉണ്ടയാക്കിയിട്ട് അതും അതിൻ്റെ നടുക്കിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഴുക്ക് പുരട്ടി ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം മടക്കാനാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത് കേട്ടോ. പിന്നെ മുട്ട വറുത്തത്, അതും വെച്ച് കൊടുത്തു. മീൻ വറുത്തത് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇപ്പം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും കുഞ്ഞി ഇല ആയതുകൊണ്ട് ആകെ പണി കിട്ടിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് എന്തായാലും അത് റെഡിയാക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇതാണ് നമ്മുടെ പൊതിച്ചോറ് കേട്ടോ. ഫൈനലി നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അത് നന്നായിട്ടൊന്ന്
പൊതിയാനായിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇല വളരെ ചെറിയ ഇല ആയിരുന്നത് കൊണ്ട് ഒന്ന് മടങ്ങി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സെറ്റാക്കി എടുത്തു ഞാൻ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പൊതിച്ചോറും കൂടെ കെട്ടണം കേട്ടോ. അപ്പോൾ 2 പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടൈം എന്ന് പറയുന്നത് കുറച്ചധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തായാലും. അതാണ് കഷ്ടം. ഉണ്ടാക്കുന്നതിനേലും കഷ്ടമാണ് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയും. ഈ സാധനം അവിടെ സെറ്റായിട്ടിരിക്കുകയല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി പൊതിച്ചോറൊക്കെ എടുത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അനിയത്തിനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കുവാണ്. ആളെല്ലാം എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, സൂപ്പർ എന്നാട്ടോ പറയുന്നത്. അവൾക്കും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പൊതിച്ചോറ് കഴിക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാനും എന്തായാലും ട്രൈ ചെയ്യാൻ പോവുക. എനിക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ചധികം പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, എരിവ് വേണമെന്നും പറഞ്ഞിട്ട്. അത് ലാസ്റ്റ് പണിയായി. എന്നാലും കിടിലനായിരുന്നു കേട്ടോ. ഞാനുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കിടിലെന്ന് പറയുമല്ല, എന്നാലും സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലിലും സപ്പോർട്ട് ചെയ്യണം.